ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നോട്ട് നമ്മുടെ നെക്സ്റ്റ് പേപ്പറും കൂടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈസി പേപ്പറാണ്, അതായത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പേപ്പറും കൂടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനകത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിറ്റ് 4 വെച്ചിട്ടാണ്, അതായത് എയർ, വാട്ടർ ആൻഡ് സോയിൽ പൊല്യൂഷൻ. നമുക്കറിയാം ഈസി ടോപ്പിക്കാണ്, കാരണം ഇതിനോടെല്ലാം തന്നെ നമ്മൾ ഭയങ്കര ഫെമിലിയറാണ്, എല്ലാം അറിയാവുന്ന തന്നെയാണ്. എയർ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ എന്താണ് എല്ലാം അറിയാവുന്ന കാര്യമാണ്. So we are going to start with the air pollution. Air pollution is the presence of substance in the atmosphere that are harmful to health of humans and other human beings and cause damage to the climate and materials. നമുക്കറിയാം എയർ പൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് അല്ലെങ്കിൽ ലിവിങ് ബീയിങ്സിന് ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസുകൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വന്നു കഴിയുമ്പോഴാണ് നമ്മളതിനെ എയർ പൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. There are different types of air pollutants such as gas ആൻഡ് ബയോളജിക്കൽ മോളിക്യൂൾസ്. അപ്പം കുറേ ടൈപ്പ് ഓഫ് എയർ പൊല്യൂട്ടൻസ് തന്നെ ഉണ്ട്. അതായത് ഗ്യാസുകളാവാം, അല്ലെങ്കിൽ ബയോളജിക്കൽ മോളിക്യൂൾസ് ആവാം, അല്ലാതെ വേറെ എന്തെങ്കിലും മോളിക്യൂൾസ് ആവാം. അപ്പം പല തരത്തിലുള്ള എയർ പൊല്യൂട്ടൻസും ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ഗ്യാസുകളാണെന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് അമോണിയ, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീത്തേൻ, CFC, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഗ്യാസുകളെല്ലാം എന്ത് തന്നെയാണ്? എയർ പൊല്യൂട്ടൻസ് ആണ്. ബോത്ത് ഹ്യൂമൻ ആക്ടിവിറ്റി ആൻഡ് നാച്ചുറൽ പ്രോസസ്സ് ക്യാൻ ജനറേറ്റ് എയർ പൊല്യൂഷൻ. അത് നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ടോ അല്ലെങ്കിൽ നാച്ചുറൽ പ്രോസസ്സ് കൊണ്ടോ മേ ബി എയർ പൊല്യൂഷൻ സംഭവിക്കാം. നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത് എന്താ, എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നു ബിക്കോസ് ഓഫ് ഓൺലി ഹ്യൂമൻ ആക്ടിവിറ്റി. കാരണം മനുഷ്യരാൽ മാത്രമാണ് എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നതെന്നാണ് പറയാറ്. പക്ഷേ അങ്ങനെയല്ല, മനുഷ്യരാലും ഉണ്ടാവാം, നാച്ചുറലി വേണമെങ്കിലും എയർ പൊല്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ രണ്ട് സോഴ്സ് ശരിക്കും പറഞ്ഞാൽ, അപ്പോൾ എന്തുണ്ട്, രണ്ട് സോഴ്സസ് ആണ് എയർ പൊല്യൂഷൻ ഉള്ളത്. ഒന്ന് മാൻമെയ്ഡ് സോഴ്സും ഒന്ന് നാച്ചുറൽ സോഴ്സും. ഇനി എന്താണ് മാൻമെയ്ഡ് സോഴ്സിൽ ഇൻക്ലൂഡ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആന്ത്രോപോജനിക് സോഴ്സ് ഓർ മാൻമെയ്ഡ് സോഴ്സ്. മോസ്റ്റ്ലി ഇറ്റ് ക്യാൻ ബി റിലേറ്റഡ് വിത്ത് ദ ബേണിംഗ് ഓഫ് ഫ്യൂവലിൻ്റെ ബേണിങ്ങിൽ നിന്നാണ് മോസ്റ്റ്ലി മാൻമെയ്ഡ് എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. നോക്കിയേ എങ്ങനെയാണ് ബേണിംഗ് ഓഫ് ഫ്യൂവലിൽ നിന്ന് മാൻമെയ്ഡ് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക. Secondary sources include stacks of fossil fuel power stations, manufacturing facilities, batteries, waste incinerators, as well as furnaces and other types of fuel burning heating devices. Mobile sources include motor vehicles, marine vehicles, and aircraft. Controlled burn particles in agriculture and forest management. Controlled or prescribed burning is a technique sometimes used to forest management, farming, and restoration or greenhouse gas abatement. Fumes from paint, hairspray, varnish, aerosol sprays, and other solvents. Military sources such as nuclear weapons, toxic gases, germware, and rocketry. Fertilized farmland may be the major source of nitrous oxide. അപ്പം ഇതൊക്കെ മാൻമെയ്ഡ് സോഴ്സുകളാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് മനുഷ്യരാൽ എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നത്. അതായത് നമ്മളെടുക്കുന്ന ഫാമിലൊക്കെ നമ്മൾ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യും. പക്ഷെ അവിടെ നിന്ന് അത് ഇട്ട് കൊടുക്കുന്ന ഫെർട്ടിലൈസർ നമ്മുടെ സോയിലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഫെർട്ടിലൈസേഴ്സിന് ഡികമ്പോസിഷൻ നടക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് ഫോം ചെയ്യും. അതായത് അമോണിയ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ അമോണിയ ഡികമ്പോസ് ചെയ്ത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നൈട്രസ് ഓക്സൈഡ് ഫോം ചെയ്യും. അതെന്താണ്? ഒരു എയർ പൊല്യൂട്ടൻ്റ് ആണ്. പിന്നെ മിലിറ്ററി സോഴ്സസ്, ന്യൂക്ലിയർ വെപ്പൺസ്, ടോക്സിക് ഗ്യാസസ്. നമ്മുടെ ഓരോ കൺട്രിയും അവരുടെ ഡിഫെൻസിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വെപ്പൺസും അതും ഇതുമൊക്കെ ഉണ്ടാകും. പക്ഷെ അതിൻ്റെ ഫലമായിട്ടും എയർ പൊല്യൂഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ പെയിൻറ്റുകൾ, ഹെയർ സ്പ്രേ, വാർണിഷ്, എയറോസോൾ സ്പ്രേ, അതെല്ലാം എന്ത് തന്നെയാണ്? പൊല്യൂട്ടൻ്റ് ആണ്. കൂടാതെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ വണ്ടികൾ അല്ലേ, വണ്ടികളെന്നല്ല, ഫ്യൂവൽ കൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ വസ്തുക്കളും, അതിപ്പോൾ വണ്ടിയാവാം, മെഷീൻസ് ആവാം, എന്താണെങ്കിലും ഫ്യൂവൽ ബേൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്നും വളരെ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസുകൾ ഫോം ചെയ്യാറുണ്ട്. അതെല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഡയറക്റ്റ്ലി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം എന്ത് തന്നെയാണ്? നമ്മുടെ എയർ പൊല്യൂഷന് കാരണമായിട്ടുള്ള ആണ്. അപ്പോൾ അതൊക്കെ മാൻമെയ്ഡ് സോഴ്സസിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നാച്ചുറൽ സോഴ്സസിൽ ഇൻക്ലൂഡ് ആവുന്നുള്ള എന്തൊക്കെയാണ്? ഡസ്റ്റ് ഫ്രം ദ നാച്ചുറൽ സോഴ്സസ്, യൂഷ്വലി ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ് വിത്ത് ലിറ്റിൽ വെജിറ്റേഷൻ ഓർ നോ വെജിറ്റേഷൻ. മിഥൈൻ എമിറ്റഡ് ഫ്രം ദ ഡൈജഷൻ ഓഫ് ഫുഡ് ബൈ ആനിമൽസ്, ഫോർ എക്സാമ്പിൾ ക്യാറ്റിൽ. അതായത് നമ്മുടെ നാച്ചുറൽ സോഴ്സുകളിൽ വരുന്ന പൊടികൾ,
അറ്റ്മോസ്ഫിയറിൽ അന്തരീക്ഷത്തിൽ ധാരാളം പൊടികൾ വരുവാണെന്നുണ്ടെങ്കിൽ അത് എയർ പൊല്യൂട്ടൻ്റ് ആണ് അല്ലേ. പൊടികൾ കാരണം പൊല്യൂഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചില മിഥൈൻ എന്ന് പറയുന്ന ചില ആനിമൽസൊക്കെ ഫുഡ് ഡൈജസ്റ്റ് ആകുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ഒരു ഗ്യാസാണ് മീഥൈൻ. അപ്പോൾ അത് ഇതാണ്. അതുപോലെ തന്നെ എർത്തിൻ്റെ ക്രസ്റ്റിൽ ഓട്ടോമാറ്റിക്കലി റേഡിയോ ആക്റ്റീവ് ഡിക്കേസ് ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് റിഡോൺ ഗ്യാസുകൾ ഇവോൾവ് ചെയ്യും. അതും ഭയങ്കര പോയിസണാണ് ആയിട്ടുള്ളൊരു ഗ്യാസാണ്. പിന്നെ വോൾക്കാനിക് ആക്ടിവിറ്റി വിച്ച് പ്രൊഡ്യൂസസ് സൾഫർ, ക്ലോറിൻ ആൻഡ് ഹാഷ് പർട്ടിക്കുലേറ്റ്, സ്മോക്ക്, കാർബൺ മോണോക്സൈഡ് ഫ്രം വൈൽഡ് ഫയേഴ്സ് ഡ്യൂറിങ്, അതായത് കാട്ടുതീയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ധാരാളം കാർബൺ മോണോക്സൈഡും പുകകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നാച്ചുറലി സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടും എന്തുണ്ടാവാറുണ്ട്? പൊല്യൂഷൻ ഉണ്ടാവാറുണ്ട്. വെജിറ്റേഷൻ ഇൻ സം റീജൻസ്, അത് കുറച്ച് സ്ഥലത്ത് മാത്രമേ നമ്മൾ വെജിറ്റേഷൻ വെച്ച് കഴിഞ്ഞാലും അതും ഒരു പൊല്യൂഷന് കാരണമാകും. എന്നാൽ ഫുള്ളി ഏരിയ വെജിറ്റേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല. കുറച്ച് വെജിറ്റേഷൻ മാത്രം നടത്തി കഴിഞ്ഞാലും അതും എയർ പൊല്യൂഷന് കാരണമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നാച്ചുറലി ഒക്കർ ചെയ്യുന്ന എയർ പൊല്യൂഷന് കാരണമായിട്ടുള്ള സോഴ്സുകളാണ്. ഇനിയും ഇങ്ങനെ എയർ പൊല്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഹസാർഡസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് എന്താണ്? It was a significant risk factor for a number of pollution-related diseases, including respiratory infections, heart disease, stroke, COPD, lung cancer. The health effects caused by air pollution may be include difficulty in breathing, wheezing, coughing, asthma, worsening of existing respiratory and cardiac conditions. അതായത് ഇങ്ങനെ എയർ പൊല്യൂഷൻ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കെന്ത് ഇതാണ് സംഭവിക്കുന്നത്, നമുക്കെന്ത് ഇഫക്റ്റ്സ് ആണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതായത് മെയിനായിട്ട് നമുക്ക് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത്. നമ്മുടെ ബ്രീത്തിങ്ങിനൊക്കെ പ്രോബ്ലംസ് വരും. അതുമായിട്ടുള്ള പ്രോബ്ലംസ്, അലർജി പ്രോബ്ലംസ് ഉണ്ടാവാം, ആസ്മ പ്രോബ്ലംസ് ഉണ്ടാവാം. അങ്ങനെ അങ്ങനെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആയിട്ട് വന്നിട്ട് അതിനുശേഷം അതൊരു കാർഡിയാക് പ്രോബ്ലത്തിലേക്ക് മാറും. സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ് പോലുള്ളതൊക്കെ വരാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് എയർ പൊല്യൂഷൻ കൂടുതലായിട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കും. ദ ഹ്യൂമൻ ഹെൽത്ത് ഇഫക്ട്സ് ഓഫ് പുവർ എയർ ക്വാളിറ്റി ആർ ഫാർ റീച്ചിങ് ബട്ട് പ്രിൻസിപ്പലി ഇഫക്ട് ദ ബോഡീസ് റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. അതായത് എയർ പൊല്യൂഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ അറിയില്ല നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഇഫക്റ്റുകളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. Control device. The following items are commonly used as pollution control devices in industry and transportation. അപ്പോൾ താഴെ കുറച്ച് ലിസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിലും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഇതിലുമൊക്കെ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. അതായത് പൊല്യൂഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഡിവൈസസ് ആണ്. ദ ക്യാൻ എയ്തർ ഡിസ്ട്രോയ് കണ്ടാമിനൻസ് ഓർ റിമൂവ് ദം ഫ്രം ദ എക്സോസ്റ്റ് സ്ട്രീം ബിഫോർ ഇറ്റ് ഈസ് എമിറ്റഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ ഡിവൈസുകൾ എന്തിനാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ഇതിനെ ഡയറക്റ്റ്ലി നശിപ്പിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക് പോകാതെ നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി ആ ഡിവൈസിനെ തന്നെ നമ്മുടെ കണ്ടാമിനൻസിനെ നശിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക് എക്സോസ്റ്റ് ചെയ്യാതെ ശ്രദ്ധിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് മെക്കാനിക്കൽ കളക്ടേഴ്സ്. അത് ഡസ്റ്റ് സൈക്ലോൺസിനെ, അതായത് ഈ സൈക്ലോണൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ധാരാളം ഡസ്റ്റിൻ്റെ കണ്ടൻറ്റ് കൂടി വരാനായിട്ട് സാധിക്കും. അപ്പം അതിനെയൊക്കെ കളക്ട് ചെയ്യാനായിട്ടും നശിപ്പിക്കാനായിട്ടും ഉള്ള ഒരു ഡിവൈസാണ് മെക്കാനിക്കൽ കളക്ടർ. നെക്സ്റ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ. അതായത് എന്താ പറയുന്നത്, ഫ്ലോവിങ് ഗ്യാസ് യൂസിങ് ഫോഴ്സ് ഓഫ് ആൻ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ്. അതായത് എന്തെങ്കിലും നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജുകളൊക്കെ ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്യാസുകൾ ഉണ്ടാവാം. അതിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ. ബാഗ് ഹൗസ്, പർട്ടിക്കുലേറ്റ് സ്ക്രബ്ബേഴ്സ് ഒക്കെ ഓരോരോ ഡിവൈസാണ്. നമ്മൾ ഈ ഡസ്റ്റിനെയും, മെയിൻലി ഡസ്റ്റിന്, അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഡസ്റ്റിനെയും അതുപോലെ തന്നെ ഈ വൃത്തികെട്ട ഗ്യാസുകളെയൊക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇവോൾവ് ചെയ്യാണ്ട് നോക്കാനും വേണ്ടിയിട്ട് ഈ ഡിവൈസുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയും എല്ലാ ട്രാൻസ്പോർട്ടേഷൻ മേഖലയും ഇതുപോലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ എന്നല്ല, ഒരു 90% നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എത്രത്തോളം ഇതൊക്കെ ആപ്ലിക്കബിൾ ആവുന്നുണ്ട് എന്നുള്ളത് നമുക്കിപ്പം പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. എങ്കിലും
ഇത്തരത്തിലുള്ള ഡിവൈസുകളൊക്കെ അവൈലബിൾ ആണ് പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ചില സിറ്റികളിലും ചില ഇൻഡസ്ട്രികളും ഇതൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമൂലമുണ്ടാകുന്ന എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇനിയും അടുത്ത ഒരു ഫാക്ടറാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അതായത് എന്താ പറയുക, നമ്മുടെ മഴ ആസിഡ്, അതായത് ആസിഡിൻ്റെ നമുക്കറിയാം പി എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, 7 താഴെ ആയിരിക്കും അല്ലേ. ലോ പി എച്ചിലുള്ളതിനാണ് നമ്മൾ ആസിഡ് എന്ന് പറയുന്നത്. അപ്പം ആസിഡ് നമുക്കറിയാം ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത്, ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അവർ ബോഡി. നമ്മുടെ ശരീരത്തിന് ഒരിക്കലും നല്ലതല്ല. കാരണം ആസിഡ് എന്താ പറയുക, നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ആബിലൊക്കെ ആണെങ്കിലും ആസിഡ് എടുത്ത് കയ്യിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് പൊള്ളലേക്കും. അപ്പോൾ ആസിഡ് മഴ പെയ്യുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസം എങ്ങനെയായിരിക്കും ഒന്ന് ഓർത്ത് നോക്കി. നമ്മളിത് ജസ്റ്റ് തിയററ്റിക്കലി പഠിച്ചു പോകുന്ന എന്ന് മാത്രമല്ല, അത് സംഭവിച്ചിട്ടുള്ളതാണ്. പല കൺട്രികളിലും ആസിഡ് മഴ പെയ്തിട്ടുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പൊല്യൂഷൻ കൂടുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള ആസിഡ് മഴകളൊക്കെ ഉണ്ടാകുന്നത്. ആസിഡ് റെയിൻ ഈസ് എ റെയിൻ ഓർ എനി അതർ ഫോം ഓഫ് precipitation that is unusually acidic, meaning that it has elevated levels of hydrogen ions. It can have harmful effects on plants, aquatic animals and infrastructure. അതായത് എല്ലാത്തിനും നാശമായിട്ട് തീരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു പ്രതിഭാസത്തിനെയാണ് ആസിഡ് മഴ എന്ന് പറയുന്നത്. അമ്ല മഴ എന്നൊക്കെ മലയാളത്തിൽ പറയും. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ആസിഡാണ്. അതിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 7 താഴെയാണ്. നോർമലി വെള്ളം വീഴുന്നതിന് പകരം ഇത് ആസിഡ് വീഴുന്നു. അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സൊക്കെ, അതായത് വളരെ അതിൻ്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് നമുക്കുണ്ടാവുന്ന ഇഫക്ട്സിലും തീവ്രത കൂടും എന്നുള്ളതാണ് സത്യം. അതായത് വളരെ തീവ്രത കുറഞ്ഞാണെന്നുണ്ടെങ്കിൽ ചിലപ്പം വലിയതായിട്ടൊന്നും സംഭവിക്കത്തില്ല. കളറ് മാറി വരുന്നതായിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റും. അത് പലയിടത്തും നടന്നിട്ടുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാടിടത്ത് നമ്മൾ ന്യൂസിൽ അതിൽ ഒക്കെ കാണുന്നത് തന്നെയാണ്. പലയിടത്തും നടന്നിട്ടുള്ളതാണ്. അപ്പം അത്ര തീവ്രമായിട്ടുള്ള ആസിഡ് മഴയൊന്നും കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അല്ലാതെ ഉണ്ടായിട്ടുണ്ട്. കളറ് മാറി വരുന്നതായിട്ടൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടിട്ടുള്ളതുമാണ് അങ്ങനെ കളറ് മാറി വരുന്നത്. അത് ശരിക്കും ആസിഡ് തന്നെയാണ്. നമ്മൾ ആ വാട്ടർ എടുത്തിട്ട് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതറിയാൻ പറ്റും അത് ആസിഡ് കണ്ടൻ്റുള്ള വെള്ളമാണ്. അത് തന്നെയാണ് ആസിഡ് റെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിനൊക്കെ നാശമായിട്ട് തീരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെ ഇൻഫ്രാസ്ട്രക്ചറിന്, പെയിൻറ്റുകൾക്കൊക്കെ അത് അഴുക്കാണ്. അക്വാട്ടിക് ആനിമൽസ്, നമ്മുടെ വെള്ളത്തിൽ വളരുന്ന ജീവികൾക്കൊക്കെ അത് നാശമാണ്. Acid rain is caused by the emission of sulfur dioxide and nitrogen oxide, which react with the water molecules in the atmosphere to produce acids. ഇനി എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആസിഡ് മഴ പെയ്യുന്നതെന്നുള്ളത്, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ മോളിക്യൂൾസുമായിട്ട്, അതായത് നമ്മുടെ നോർമൽ മഴ, ആ വാട്ടർ മോളിക്യൂൾസുമായിട്ട് സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും എന്ന് പറയുന്ന 2 ഗ്യാസ് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെ ആസിഡ് മഴ പെയ്യുന്നത്. നോക്കിയേ, സൾഫർ ഡയോക്സൈഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൾഫർ ഡയോക്സൈഡ് പ്ലസ് H2SO3 എന്ന് പറയുന്ന ഒരു ആസിഡ് അവിടെ ഫോം ചെയ്യും. അതുപോലെ തന്നെ നൈട്രജൻ ആണെങ്കിൽ എന്ത് ഫോം ചെയ്യും, HNO2 ഫോം ചെയ്യും. അതും എന്താണ്, ഒരു നൈട്രജൻ ആസിഡാണ്. അങ്ങനെ 2 ആസിഡ്സ് ഫോം ചെയ്യും. ഇറ്റ് ഹാസ് ബീൻ shown to have adverse effects on forests, fresh waters and soils, and killing insects and aquatic life forms, causing paint to peel, corrosion of steel structures such as bridges, weathering of stone buildings, statues, as well as having impacts on human health. ഇനി ആസിഡ് മഴ പെയ്ത് കഴിഞ്ഞാലുള്ള ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഫോറസ്റ്റ് ഫുള്ളി നശിച്ചു പോകും. അതുപോലെ തന്നെ ഫ്രഷ് വാട്ടറുകളിലെല്ലാം ആസിഡുള്ള വെള്ളം വന്ന് വീണ് കഴിഞ്ഞാൽ വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാകും. മണ്ണിന് കേടാണ്. ഇൻസെക്ട്സിനെയും അക്വാട്ടിക് ലൈഫ് ഫോംസിനെയും എല്ലാം തന്നെ നശിപ്പിക്കാൻ സാധിക്കും. പെയിൻറ്റുകൾ ഇളകി പോകാൻ തുടങ്ങും. അതുപോലെ തന്നെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിനൊക്കെ കോട്ടം സംഭവിക്കും. നമ്മളുടെ ബ്രിഡ്ജുകൾക്കൊക്കെ നാശമാണ്. അപ്പോൾ അതുപോലെയുള്ള സ്റ്റാച്യൂസ്, സത്യം പറഞ്ഞാൽ എല്ലാത്തിനും നാശമായിട്ട് തീരുന്ന ഒരു ഇതാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണാനായിട്ട് സാധിക്കും ആസിഡ് റെയിനിൻ്റെ. അപ്പോൾ നിങ്ങൾ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്, ഈ നൈട്രജൻ ഓക്സൈഡും അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡും എങ്ങനെ ഫോം ചെയ്യുന്നുള്ളത് നമ്മളത് പറഞ്ഞു. നമ്മുടെ എയർ പൊല്യൂട്ടൻ്റാണ് ഈ 2 ഗ്യാസുകളും. അത് ഒന്നെങ്കിൽ നാച്ചുറലി ഫോം ചെയ്യാം, അല്ലെങ്കിൽ മാൻമെയ്ഡായിട്ട് ഫോം ചെയ്യാം. മോസ്റ്റ്ലി മാൻമെയ്ഡായിട്ട് ഇൻഡസ്ട്രികളിൽ നിന്നും ഫോം ചെയ്യുന്നതാണ് ഇത്. പിന്നെ ബേണിംഗ് ഓഫ് ഫ്യൂവലിൽ നിന്നും ഫോം ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ഗ്യാസുകളാണ് ഇത്. നമ്മൾ ഈ ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട്
യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള ഗ്യാസുകളുടെ എമൗണ്ട് കൂടും. അങ്ങനെ ഇത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആസിഡ് മഴകളൊക്കെ ഉണ്ടാവും. ഇനിയും അടുത്തൊരു ഫാക്ടറാണ് സ്മോഗ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ. നമ്മുടെ ഇന്ത്യയിൽ സ്മോഗ് ഉള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ കണ്ടിട്ടുള്ള സ്ഥലമാണ് ഡൽഹി. ഡൽഹി ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉള്ള ഒരു സിറ്റിയാണ് ഡൽഹി. അപ്പോൾ അവിടെ എല്ലാ വർഷവും ഈ കാഴ്ച കാണാറുള്ളതാണ് ബിക്കോസ് ഓഫ് സ്മോഗാണ് അവിടുത്തെ ഒരു എന്താ പറയുന്നത്, അവിടുത്തെ മെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻറ്റൻസ് എയർ പൊല്യൂഷൻ. ഏറ്റവും ഇൻറ്റൻസിറ്റി കൂടിയ എയർ പൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് സ്മോഗ്. ദ വേർഡ് സ്മോഗ് വാസ് കോയിൻഡ് ഇൻ ദ early 20th century is in the conjunction of words smoke and fog, refers to smoky fog due to its opacity and odor. Photochemical smog is produced when sunlight react with the nitrogen oxide, at least one volatile organic compounds in the atmosphere. When sunlight hits these chemicals, they form എയർബോൺ പാർട്ടിക്കിൾസ് ആൻഡ് ഗ്രൗണ്ട് ലെവൽ ഓസോൺ ഓർ സ്മോഗ്. അപ്പോൾ അതായത് നമ്മുടെ എങ്ങനെ ഇനി സ്മോഗ് ഫോം ചെയ്യുന്നു എന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. നമ്മുടെ എന്താ പറയുക, ഇൻഡസ്ട്രികളിൽ നിന്നൊക്കെ പോകുന്ന നൈട്രജൻ ഓക്സൈഡ് നമ്മുടെ സൺലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയും. പിന്നെ ഏതെങ്കിലും ഒരു വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ടുമായിട്ട്, അതും ധാരാളം നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതെന്ത് സംഭവിക്കും? സ്മോഗ് എന്ന് പറയുന്ന ഒരു ഇത് ക്രിയേറ്റ് ചെയ്യും. സ്മോക്കാണോ? സ്മോക്ക് എന്ന് വെച്ചാൽ എന്താ? പുക. ഫോഗ് എന്ന് വെച്ചാൽ എന്താ? മഞ്ഞ്. ഇത് രണ്ടും അല്ലാത്തൊരവസ്ഥ തന്നെയാണ്, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ സ്മോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലേ? അത് ശരിക്കും പുകയല്ല, എന്നാൽ മഞ്ഞുമല്ല. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? ഇൻറ്റൻസ് എയർ പൊല്യൂഷൻ്റെ എന്താ പറയുക കാരണം ഉണ്ടായി വരുന്നതാണ്. നൈട്രജൻ ഓക്സൈഡ് സൺലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ഉണ്ടാവുന്നതാണ് സ്മോഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്നത് ഡൽഹിയിലാണ്. കാരണം ഡൽഹിയിൽ എയർ പൊല്യൂഷൻ്റെ മാക്സിമം ആണ് കാണാൻ പറ്റുന്നത്. അപ്പം വേറെ എവിടെയും റിപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ അതും കൂടെ ഓർത്ത് വെച്ച് എഴുതിക്കോളൂ. അടുത്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ് ദാറ്റ് വാംസ് എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസ് ചൂടാവുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. When sun's energy reaches the Earth's atmosphere, some of it is reflected back to the space and rest is absorbed and re-radiated by greenhouse gases. Greenhouse gases are carbon dioxide, methane, nitrous oxide, fluorinated gases. അതായത് സൂര്യൻ്റെ എനർജി നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് സ്പേസിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും, കുറച്ച് എന്തെയും നമ്മൾ ഇതിലേക്ക് അബ്സോർബ് ചെയ്യും, അതായത് എർത്തിൻ്റെ സർഫസിലേക്ക് അബ്സോർബ് ചെയ്യും. അതിനെ എന്ത് ചെയ്യുന്നറിയാവോ? ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്ന കുറച്ച് ഗ്യാസുകളുണ്ട്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ത് ചെയ്യുന്നു? റേഡിയേറ്റ് ചെയ്യുന്നു. റേഡിയേഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ എർത്തിൻ്റെ സർഫസ് എന്ത് ചെയ്യുന്നു? ഭയങ്കരമായിട്ട് ചൂടാവുന്നു. ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഇനി ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ്? മിഥൈൻ, നൈട്രസ് ഓക്സൈഡ്, ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ്, അതായത് ഫ്ലൂറിൻ അടങ്ങി വരുന്ന ഗ്യാസുകൾ, കാർബൺ ഡൈ ഓക്സൈഡ്. ദ അബ്സോർബ്ഡ് എനർജി വാംസ് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് സർഫസ് ഓഫ് ദ എർത്ത്. നമ്മുടെ റേഡിയേഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്തായാലും എനർജി അബ്സോർപ്ഷനും എമിഷനും ഒക്കെ നടക്കും. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ എർത്തിൻ്റെ സർഫസ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ചൂടാവുന്നു. ഇത് അതിനൊരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൻ്റെ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇനി അടുത്തത് ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം. It is a slow increase in the average temperature of the Earth's atmosphere because an increased amount of energy striking the Earth from the sun is being trapped in the atmosphere and not radiated out into the space. അതായത് ചില സൂര്യനിൽ നിന്ന് വരുന്ന ചില റേഡിയേഷൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചില നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യപ്പെട്ടു പോകുന്നു? ട്രാപ്ഡായി പോകുന്നു. പക്ഷെ അതിന് തിരിച്ച് സ്പേസിലേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ് ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. Within Earth atmosphere, accumulating greenhouse gases like water vapor, carbon dioxide, methane, nitrous oxide and ozone are the gases within the atmosphere that absorb and emit heat radiation. Increasing or decreasing amount of greenhouse gases within the atmosphere act to either hold in or release more amount of heat from the sun. Because of greenhouse gases കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഗ്ലോബൽ വാർമിങ്ങും സംഭവിക്കുന്നത്. അതാണ് അവിടെ പറയുന്നത്. പിന്നെ
The burning of fossil fuels and clear cutting of forests have accelerated the greenhouse effect and caused global warming. അതായത് ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ ക്ലിയർ കട്ടിങ് ഓഫ് ഫോറസ്റ്റുകൾ വനനശീകരണം ഡീഫോറസ്റ്റേഷനൊക്കെ ഭാഗമായിട്ടുമാണ് ഇത്തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഇഫക്റ്റുകളും ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് അങ്ങനെയാണ്. കാരണം നമ്മുടെ ഈ ഇതുപോലെയുള്ള മരങ്ങൾ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോസിൽ ഫ്യൂവൽസിനെ ബേൺ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇതുപോലുള്ള ഗ്യാസുകൾ ഉണ്ടാവുന്നു. ഗ്യാസുകളുടെ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ അളവ് കൂടുന്നു. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ അളവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് റേഡിയേഷൻ നടക്കുന്നതിൻ്റെ എമൗണ്ട് കൂടും. അതനുസരിച്ച് എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എമൗണ്ട് കൂടും. അതനുസരിച്ച് ചൂട് കൂടും. ദാറ്റ് വിൽ കോസ് ദ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആൻഡ് ദ ഗ്ലോബൽ വാർമിങ്. അങ്ങനെ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഉണ്ടാവും. ഇനി ഗ്രീൻ ഹൗസ് ഇഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു? ഇതൊക്കെ ഓരോ പ്രോസസ്സല്ല. ഇത് നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? അന്തരീക്ഷത്തിലെ ചൂട് കൂടുമ്പോൾ എന്ത് മാറ്റമാണ് നമുക്ക് വരുന്നതെന്ന് നമുക്ക് സ്വയം ആലോചിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അറ്റ്മോസ്ഫിയറിലെ ചൂട് കൂടി വരുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ലേ. അപ്പം നമുക്ക് ചൂട് കൂടുന്നതിനനുസരിച്ച് ജീവിക്കാൻ പറ്റാണ്ട് തന്നെയാവും അല്ലേ. നമുക്ക് ജീവിക്കാൻ പറ്റാണ്ട് തന്നെ അല്ലേ തന്നെ ഒരു സമ്മർ സീസൺ വന്നു കഴിയുമ്പോൾ കുറച്ച് ചൂടൊന്ന് കൂടിക്കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണ് നമുക്കുണ്ടാവുന്നതെന്ന് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അത് നമ്മൾ ഒന്നെങ്കിൽ ഫാൻ അല്ലെങ്കിൽ എ സി ഒക്കെ ഹെൽപ്പോട് കൂടി അതൊക്കെ നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പക്ഷേ ആ ഒരു ലെവൽ ഓഫ് ചൂടായിരിക്കില്ല ഉണ്ടാവുക. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്ര ചൂടുകളുണ്ടാവും. ഫാൻ കൊണ്ടോ എ സി കൊണ്ടോ ഒന്നും നമുക്ക് അടക്കാൻ പറ്റാത്ത അത്ര ചൂടുകളുണ്ടാവും. അങ്ങനെ ചൂട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? പൊള്ളൽ സംഭവിക്കും. അത് തന്നെ അങ്ങനെ എന്താ പറയുക, ഈ പറയുന്ന ചെടികൾ മരങ്ങൾ എല്ലാം തന്നെ ഇല്ലാണ്ടാവും. ചിലപ്പോൾ കത്തി നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചൂട് കൂടുന്നതനുസരിച്ചാണല്ലോ കത്തുന്നത്. അപ്പോൾ അത് ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. എന്താണ് സംഭവിക്കുന്നുള്ളത് കാണാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ ഫലമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവാവുന്ന ഒരു ഇതാണ് ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയും. അതായത് ഓസോൺ ലെയറിന് വിള്ളൽ സംഭവിക്കുക. അത് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓസോൺ ഡിപ്ലീഷൻ്റെ ഫലമായിട്ട് എന്താ പറയുക, നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ ലെയറുകൾക്ക് വിള്ളൽ വീഴുക, അതായത് ഹോൾസ് രൂപപ്പെടുക എന്ന് പറയും. അങ്ങനെ ഹോൾസ് രൂപപ്പെട്ട് കഴിഞ്ഞാലുള്ള ഇതെന്താണെന്ന് വെച്ചാൽ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ഡയറക്റ്റ്ലി നമ്മുടെ ഭൂമിയിലേക്ക് വരും. അത് ഡയറക്റ്റ്ലി നമ്മുടെ ദേഹത്ത് പതിക്കുകയും ചെയ്യും. അത് ഒരിക്കലും നല്ലതല്ല. അത് ഡയറക്റ്റ്ലി വന്ന് പതിക്കുന്നത് അതൊരിക്കലും നമുക്ക് നല്ലതല്ല. അത് ഈ പറയുന്ന മാതിരി ലൈഫ് തന്നെ ഇല്ലാണ്ടാക്കാനായിട്ട് കഴിവുള്ള അത്ര എനർജിയുള്ള ഇതാണ് UV റേസ് എന്ന് പറയുന്നത്. It is a gradual thinning of Earth's ozone layer in the upper atmosphere caused by the release of chemical compounds containing gaseous chlorine or bromine from the industry and other human activities. The thinning is most pronounced in the polar regions, especially over Antarctica. അപ്പോൾ ഏറ്റവും നമ്മുടെ ഓസോൺ ലെയറിന് തിന്നിങ് സംഭവിക്കുക, അതായത് അതിൻ്റെ കട്ടി കുറഞ്ഞ് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് കട്ടി കുറഞ്ഞ് വന്ന് ഹോൾസ് വരെ രൂപപ്പെട്ട് തുടങ്ങി. അത് നമുക്ക് ഏറ്റവും അന്റാർട്ടിക്കയുടെ മുകളിലായിട്ടാണ് നമുക്ക് ഇപ്പോൾ അത് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയും ഈ ഓസോൺ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഓസോൺ ഹോള് ഫോം ചെയ്യുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഹാലോ കാർബൺ റെഫ്രിജറൻസ്, സോൾവെൻസ്, പ്രൊപ്പലൻസ്, ഫോം ബ്ലോവിങ് ഏജൻസ് ഒക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതിൻ്റെയൊക്കെ ഉപയോഗം കൂടി വരുന്നു. അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് ഇത് ഈ പറയുന്ന ഗ്യാസുകളൊക്കെ ഇവോൾവ് ചെയ്യുന്ന എമൗണ്ട് കൂടി വന്നു. അതുതന്നെയാണ് ഓസോൺ ഡിപ്ലീഷനും കാരണമായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ്, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഓസോൺ ഡിപ്ലീഷൻ, ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എല്ലാ പ്രോസസ്സുകളും നടക്കുന്ന. ആസിഡ് റെയിൻ, സ്മോഗ് എല്ലാം നടക്കുന്നത് ഈ എയർ പൊല്യൂഷൻ്റെ ഭാഗമായിട്ടാണ്. Ozone depletion and ozone hole have generated worldwide concern over increased cancer risk and other negative effects. The ozone layer prevents most harmful wavelengths of ultraviolet ഫ്രം പാസിങ് എർത്ത് അറ്റ്മോസ്ഫിയർ. അതായത് പറയുന്നതെന്ന് വെച്ചാൽ ഓസോൺ ലെയറാണ് നമ്മുടെ എർത്തിലേക്ക് വരുന്ന അൾട്രാവയലറ്റ്, ഏറ്റവും കൂടുതൽ വേവ് ലെന്ത് കൂടിയതാണ് UV റേസ് എന്ന് പറയുന്നത്, അൾട്രാവയലറ്റ് രശ്മികൾ. അതിനെ ഒരു ഡയറക്റ്റ്ലി ഭൂമിയിലേക്ക് വന്ന് പതിക്കാണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ എർത്തിനെ UV റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് ഈ ഓസോൺ ലെയറാണ്.
അപ്പോൾ ഈ ഓസോൺ ലെയറിന് തിന്നിങ് സംഭവിക്കുക അല്ലെങ്കിൽ അതിന് ഹോൾസ് ഫോം ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ ലെയർ നഷ്ടമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്രയും തീവ്രതയുള്ള ഇതെന്ത് ചെയ്യും, ഈ UV റേസ് നമ്മളുടെ ഇതിലേക്ക് വന്ന് പതിക്കും. ദീസ് വേവ് ലെങ്ത് കോസ് അതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ സംഭവിക്കാം? സ്കിൻ ക്യാൻസർ, സൺബേൺ, പെർമനൻറ്റ് ബ്ലൈൻഡ്നെസ്, cataracts which were projected to increase dramatically as a result of thinning ozone as well as harming plants and animals. ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് 2019 സെപ്റ്റംബർ 8 ഒരു പിക്ചറാണ് ഓസോൺ ഡിപ്ലീഷൻ്റെ. അപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റുമല്ലോ എന്തുമാത്രം അതിന് ലെയർ ഇത് സംഭവിക്കുന്നുള്ളത്. അത് ഓവർ അന്റാർട്ടിക്കയുടെ മുകളിലായിട്ടാണ് ഫോം ചെയ്ത ഓസോൺ ഡിപ്ലീഷനാണ് ആ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അത് 2019 സംഭവിച്ചാണ് ഇത്രയും. അപ്പം പോകെ എന്ത് സംഭവിക്കുമെന്ന് ഇമാജിൻ ചെയ്യുക. അടുത്ത ഫാക്ടറാണ് നോയിസ് പൊല്യൂഷൻ. നോയിസ് പൊല്യൂഷൻ ഓൾസോ ഈസ് എ പാർട്ട് ഓഫ് എയർ പൊല്യൂഷൻ. Also known as environmental noise or sound pollution is the propagation of noise with ranging impacts on the activity of human and animal life, most of them harmful to a degree. അതായത് മനുഷ്യൻ്റെ പല ആക്ടിവിറ്റികളും മൂലം ഉണ്ടാവുന്നത് തന്നെയാണ് നോയിസ് പൊല്യൂഷൻ അല്ലെങ്കിൽ സൗണ്ട് പൊല്യൂഷൻ എന്നൊക്കെ പറയും. ദ സോഴ്സ് ഓഫ് ഔട്ട്ഡോർ നോയിസ് വേൾഡ് വൈഡ് ഈസ് മെയിൻലി കോസ്ഡ് ബൈ മെഷീൻസ്, ട്രാൻസ്പോർട്ട് ആൻഡ് പ്രൊപ്പഗേഷൻ സിസ്റ്റംസ്. അതായത് എന്തൊക്കെ കാരണങ്ങളാൽ നോയിസ് പൊല്യൂഷൻ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ മെഷീൻസ് യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടൊക്കെ. Poor urban planning may give rise to noise disintegration or pollution. Side by side, industry and resident building can result in noise pollution in residential area. അതായത് നമ്മളുടെ പുവർ അർബൻ പ്ലാനിങ്ങിൽ എങ്ങനെയെങ്കിലും ഈ പൊല്യൂഷൻസ് കുറച്ച് കൊണ്ടുവരുന്ന ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. സൈഡ് ബൈ സൈഡായിട്ട് എന്ത് സംഭവിക്കുന്നു? റെസിഡൻഷ്യൽ കൂടി വരുന്നു, ഇൻഡസ്ട്രീസ് കൂടി വരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നോയിസ് പൊല്യൂഷനും കൂടി വരുന്നു. അപ്പോൾ എങ്ങനെ പൊല്യൂഷൻ കുറയ്ക്കാമെന്ന് ഒരു സൈഡിൽ ആലോചിക്കുമ്പോൾ മറ്റു സൈഡിൽ കൂടെ പൊല്യൂഷൻ കൂടുന്ന പ്രവൃത്തികൾ തന്നെ ഹ്യൂമൻസ് ചെയ്യുന്നു. Some of the main sources of noise in residential area include loud music, transportation, that is traffic, rails, aeroplanes, etc., lawn care, maintenance, construction, electrical generators, explosions and peoples. ഇതൊക്കെ നോയിസ് പൊല്യൂഷൻസിന് സോഴ്സുകളാണ്. അതായത് സൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന പതിയുള്ള സൗണ്ടുകളല്ല, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, നമ്മൾ മെയിൻലി സൗണ്ട്സ് ഫ്രീക്വൻസിയിലാണല്ലോ പറയുന്നത്. പർട്ടിക്കുലർ ഫ്രീക്വൻസി കഴിഞ്ഞ് ഫോം ചെയ്യുന്ന സൗണ്ടുകളെല്ലാമാണ് നമ്മൾ ഈ നോയിസ് പൊല്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരിടത്ത് നിന്ന് 2-3 പേര് കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ അത് നോയിസ് പൊല്യൂഷൻ ആവുന്നില്ല. ഒരു പർട്ടിക്കുലർ ഒരു ലിമിറ്റുണ്ട്. ഒരു ഫ്രീക്വൻസി ലിമിറ്റിന് ശേഷം വരുന്ന സൗണ്ടുകളെയാണ് നമ്മൾ നോയിസ് പൊല്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും ഈ നോയിസ് പൊല്യൂഷൻ്റെ ഹസാർഡസ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്. നോയിസ് ഇൻഡ്യൂസ് ഹിയറിംഗ് ലോസ്. അതായത് വലിയ സൗണ്ടുകളൊക്കെ കേട്ടാൽ നമുക്ക് ചെവിയുടെ കേൾവി ശക്തി നഷ്ടമാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. എക്സ്പോഷർ ടു ലൗഡ് നോയിസ് ക്യാൻ ഓൾസോ കോസ് ഹൈ BP, ഹാർട്ട് ഡിസീസ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആൻഡ് സ്ട്രെസ്. ഇതൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദീസ് ഹാർട്ട് പ്രോബ്ലംസ് ക്യാൻ അഫക്റ്റ് ഓൾ age groups, especially children. Many children who live near noisy airports or streets have been found to suffer from stress and other problems such as impairment in memory, attention level and reading skills. അതായത് ഒരുപാട് സൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് താമസിക്കുന്ന കുട്ടികളിൽ ധാരാളം പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. അതായത് മെമ്മറി നഷ്ടമാകുക, അവരുടെ അറ്റൻഷൻ ലെവൽ കുറയുക, റീഡിങ് സ്കിൽസ് നഷ്ടമാകുക. അവരെപ്പോഴും ഒരു സ്ട്രെസ്സോട് കൂടിയായിരിക്കും അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്റ്റഡീസ് പ്രൂവ് ചെയ്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം കാരണമാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നോയിസ് പൊല്യൂഷനാണ്. അതായത് സൗണ്ട് ഇങ്ങനെ കൂടി വരുന്നത് കാരണമാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നതെന്നാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ ഹെഡ് BPs, നമ്മുടെ ഹേർട്ട് പ്രോബ്ലംസ് ഒക്കെ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അല്ലെ തന്നെ നമുക്കറിയാം കുറേ വലിപ്പമുള്ള അല്ലെങ്കിൽ കുറേ ഫ്രീക്വൻസിയിലുള്ളൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം നോക്കി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്ത് എഫക്ട്സ് ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. Increasing noise is not only affecting animals on land, it is also a growing problem of those who live in the oceans. മനുഷ്യർക്ക് മാത്രമല്ല, വെള്ളത്തിൽ താമസിക്കുന്ന ജീവികൾക്ക് പോലും ഈ ഒരു നോയിസ് പൊല്യൂഷൻ വളരെയധികം ഹാംഫുൾ ഇഫക്ട്സ് ക്രിയേറ്റ് ചെയ്യും.
ഷിപ്സ്, ഓയിൽ ഡ്രിൽ, സോണാർ ഡിവൈസസ്, അത് സോണാറിലൊക്കെ മെയിൻലായിട്ടും സൗണ്ട് ആണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ വെള്ളത്തിനടിയിൽ വെച്ച് കഴിയുമ്പോൾ അവർക്കും മൃഗങ്ങൾക്ക് പോലും അത് ഹാംഫുള്ളായിട്ട് മാറും. വെയിൽസ് ആൻഡ് ഡോൾഫിൻസ് particularly impacted by noise pollution. These marine mammals live on ecosystem or to communicate, navigate, feed and find mates, and excess noise interferes with the ability to effectively ecolate. അപ്പോൾ അതിൻ്റെ ജീവിതത്തെ തന്നെ ഈ നോയ്സ് പൊല്യൂഷൻ അഫക്റ്റ് ചെയ്യുന്നു. വെയിൽസിൻ്റെയും ഡോൾഫിൻസിൻ്റെയൊക്കെ ജീവിതത്തെ തന്നെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് വേണം പറയാൻ. ജീവിതത്തിൽ പല പല കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണല്ലോ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. Some of the loudest underwater noise comes from the naval sonar devices. Sonar like echolocation works by sending pulses of sound down to the depth of the ocean, bounce off an object and return to exoworkship. അത് മെയിൻലി നേവൽ സോണാർ ഡിവൈസിൽ നിന്നാണ് നമ്മുടെ ഈ വാട്ടറിലുള്ള നോയ്സ് പൊല്യൂഷൻ വരുന്നത്. അതായത് നമ്മൾ ഓരോ ഒബ്ജക്റ്റിനെയൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള സൗണ്ടിനെ സെൻഡ് ചെയ്തിട്ട് അത് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഒബ്ജക്റ്റിനെയൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരിതാണ് സോണാർ ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ടുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ ചെറിയ മീനുകൾക്കും ഒക്കെ അത് നാശമായിട്ട് വരും. അപ്പോൾ എന്താ പറയുന്നത്, അവരുടെ ചത്തുപോകാനായിട്ടുള്ള സാധ്യത വളരെ ഉണ്ട്. പക്ഷെ നമുക്കതൊന്നും അറിയേണ്ട, നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള ഡിവൈസുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലുള്ളതൊക്കെയാണ് നമ്മളുടെ ഹ്യൂമൻസിൻ്റെ എയിം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും എന്താണ്, ഈ നോയ്സ് പൊല്യൂഷനും അങ്ങനെ ലാൻഡിലുള്ളതിനെ മാത്രമല്ല വാട്ടറിനുള്ളതിനെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അറിയാം, നല്ല സ്പീഡിലാണ് പോയത്. കാരണം നമ്മളിത് എയർ പൊല്യൂഷൻ അതൊക്കെ നമുക്ക് എന്താ പറയുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞതിനെ കഴിഞ്ഞും കൂടുതൽ ഡീറ്റെയിൽസ് മേ ബി നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അപ്പം അങ്ങനെ ഇപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതും കൂടെ ചേർത്ത് തന്നെ നമുക്ക് എഴുതാം. ഈ പറയുന്ന മാത്രം അല്ല. അപ്പം ഒരു വാസ്റ്റായിട്ടുള്ള സിലബസ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. അപ്പോൾ നമുക്കറിയാവുന്നതും നമ്മൾ കേൾക്കുന്നതും അറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളും കൂടെ എഴുതി വെച്ചെങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ആൻസറായിട്ട് മാറത്തുള്ളൂ. അപ്പം എന്താ പറയുക, എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന പോർഷനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിലബസിലുള്ള അത്രയും ടോപ്പിക്സ് തന്നെ ഞാൻ എയർ പൊല്യൂഷനിൽ കവർ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കുക, അങ്ങനെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ക്ലാസ്സിൽ എടുത്ത് തരിക എന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യങ്ങളല്ല. എങ്കിലും മാക്സിമം ട്രൈ ചെയ്ത് തന്നെയാണ് പോകുന്നത്. സമയക്കുറവുണ്ട് എങ്കിലും നമ്മൾ എടുത്തു തരാനായിട്ട് ശ്രമിക്കും. പിന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളിലേക്ക് ഇത് ഇഫക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി അറിയില്ല. പിന്നെ ഈ ഒരു ടോപ്പിക് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ്, മനസ്സിലാക്കാനായിട്ട് ഈസിയാണ്. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. കുറേയൊക്കെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അതുകൊണ്ട് ഈസി ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. ടഫായിട്ടുള്ളതൊക്കെ എക്സാമിൻ്റെ സമയത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മ നിൽക്കുമല്ലോ, ആ ഒരു രീതി തന്നെയാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക, അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.